ശ്രുതിയെ ഓഫീസിൽ നിയമിച്ചതിൽ സ്റ്റാഫുകൾക്ക് മുറുമുറുപ്പുണ്ടാകുന്നു. ശ്രുതിയെ ആശ്വസിപ്പിക്കുന്ന അരുൺ തോമസ്. ജീവനും ആരോഗ്യം ഉണ്ടെങ്കിലേ വാശിക്കും പ്രതികാരത്തിലേക്ക് അർത്ഥമുള്ളൂ. താൻ വേഗം അങ്ങോട്ട് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട സർ, വിശക്കുന്നില്ല. സുദീപിന്റെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ ശ്രുതിയെ വിളിക്കുന്ന സബിത. സുദീപിന്റെ കല്യാണത്തിന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ശ്രുതിയും കൂടി വാ ഞങ്ങളുടെ കൂടെ. വിഷമവൃത്തത്തിലാവുന്ന ശ്രുതി. ശ്രുതിയെ കൊണ്ടുപോകാൻ വരുന്ന രവിയും സബിതയും. കല്യാണ ഡ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജലജയും ജയസുധയും. അവിടേക്ക് വരുന്ന ശ്രുതിയെ കണ്ട് ജലജ അസ്വസ്ഥയാവുന്നു. കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുക. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ സിറിലിനെ കാണുന്ന ശ്രുതി. അവൾ അസ്വസ്ഥയാവുന്നു. സിറിലിന്റെ കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ശ്രുതി. ഒറ്റയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയ ശ്രുതിയോട് കാര്യങ്ങൾ തിരക്കുന്ന സൗദാമിനി. ഇനി തുടർന്ന് കാണുക. കിട്ടുന്നില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഇനി തിരിച്ച് ഓഫീസിലെങ്ങാനും പോയി കാണുമോ? ആ ജലജേച്ചി എന്തെങ്കിലും പറഞ്ഞു കാണും. അങ്ങനൊന്നും കണ്ടില്ലല്ലോ. നല്ല സ്നേഹത്തോടെയാണല്ലോ സംസാരിച്ചിരുന്നത്. അവരല്ലെങ്കിൽ അഭിനയിക്കാൻ മേടിക്കുകയല്ലേ. നമ്മുടെ മുമ്പിൽ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ. ആ പൊടിമോൻ വിളിച്ചു പറഞ്ഞോണ്ട് കുറച്ചൊന്ന് ഒതുങ്ങി. അല്ലെങ്കിൽ ഒതുങ്ങുന്ന പാർട്ടിയല്ലല്ലോ. വെറുതെ അവളെ നിർബന്ധിച്ചു കൂട്ടണ്ടായിരുന്നു. ഒരു കാര്യം നടന്നുമില്ല. നീ എന്തിനാ അവളെ വെറുതെ ഇത്തരം സീനിലേക്ക് വലിച്ചഴക്കുന്നേ? അവക്കിതൊന്നും ഇഷ്ടമല്ലെങ്കിൽ വിളിക്കണ്ട. ഞാൻ പറഞ്ഞു രവിയേട്ട പോണൂന്ന്. നിങ്ങളും പറഞ്ഞല്ലേ വിളിക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞാ വലുത്. അതിനവളെ സംരക്ഷിക്കണം. അത്രയൊക്കെ മതി. അതിനപ്പുറത്തേക്കുള്ള ഒരു കെയറും ഇനി വേണ്ട. നീ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവിടെ എത്തിയോന്നറിയാലോ. അച്ഛാ, ഞാനാ സബിത. ശ്രുതി അങ്ങ് വന്നു അച്ഛാ? ആ വന്നു. വന്നോ? ആ എന്താ നിങ്ങൾ ഈ കാണിച്ചത്? വെറുതെ ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോയിട്ട്. അല്ലച്ചാ, അത് ഞാൻ ഒന്നുമില്ലേലും അത് വയ്യാത്ത ഒരു കുട്ടിയല്ലേ. അച്ഛാ, അത് ഞാൻ വന്നിട്ട് പറയാം. ആ ശരി, ഓക്കെ. ശ്രുതി അങ്ങ് എത്തിയെന്ന്. പൊടിമോൻ വരുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ പ്രശ്നമാവുന്ന എനിക്ക് തോന്നണേ. അവനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ തോന്നുമ്പോ ഞാനിവിടെ വരട്ടെ. എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് സങ്കടം വരുമ്പോഴാ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. സന്തോഷം കൊണ്ട് അങ്ങോട്ട് പൊറുതി മുട്ടുമ്പോ ഞാൻ കർത്താവിന്റെ കാൽക്കല വന്ന് മുട്ടുകുത്തും. ഇനി ഇയാൾക്കും സന്തോഷത്തിന്റെ ദിവസങ്ങളല്ലേടോ. സുദീപ് നാളെ വരില്ലേ. മാതാവിന് ഒരു കൂടി മെഴുകുതിരിയാ കൊടുക്കാം. പാടോ. കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിച്ചോട്ടാ. മാതാവ് തന്നോട് സംസാരിക്കും. തൻ്റെ മനസ്സിലുള്ളത് അങ്ങ് ഇറക്കി വെക്കടോ. ശത്രുവിനെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചില്ലേ. ചാട്ടവാറ് കൊണ്ട് അടിക്കാനോട് പറയണമെങ്കിൽ ചാട്ടവാറ് കൊണ്ട് തന്നെ അടിക്കാനാവും വിധി. കണ്ണു പൂട്ടി അങ്ങ് പ്രാർത്ഥിച്ചോ.
ഇനി ഈ അടപ്പൊടിമോൻ വരാൻ ഒരു രാത്രി കൂടി മാത്രം. കൊച്ചി എയർപോർട്ടിൽ അവൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങും. മണിക്കൂറുകൾക്കകം അവൻ താൻ താമസിക്കുന്ന തൻ്റെ വീട്ടിലേക്ക് വരും. പിന്നെ മുഖാമുഖമുള്ളൊരു കൂടിക്കാഴ്ച. താൻ എന്തുട്ട ചെയ്യാൻ പോണേ? അവനെ ആരതി എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് താൻ സ്വീകരിക്കടോ? ഇല്ല, എനിക്കറിയില്ല. ഞാനാകെ തളരുക സർ. എന്തുട്ടാടോ ഇത്? താൻ സങ്കടപ്പെടുക? താൻ തന്റെ വൈരാഗ്യവും പ്രതികാരവും ഒക്കെ വേണ്ടെന്നൊക്കെയാ? കുറച്ചു മുമ്പ് കണ്ട ഇഷയല്ല താൻ. എടോ, പടയാളിക്ക് യുദ്ധം അടുക്കുന്തോറും ഭയം പാടില്ലട്ടാ. മറിച്ച് ആയുധം കൈകളിൽ മുറുകണം. എനിക്കും അതറിയാം. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലായിരുന്നു. എല്ലാം നിമിത്തങ്ങളായി വന്നതാ. ആക്സിഡന്റും ഹോസ്പിറ്റലും അരുൺ സാറും രവിയേട്ടനും സബിതേച്ചിയും എല്ലാം. അതിനെയാണല്ലോ ഇഷ വിധിയെന്നും ഭാഗ്യെന്നും അനുഗ്രഹം എന്നൊക്കെ ആൾക്കാർ വിളിക്കണേ. എടോ, ഓരോരുത്തർക്കും ഓരോ ധർമ്മമില്ലടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനോ വിൽക്കാനോ നിൽക്കുന്ന ഒരു പെൺജന്മം, മറുസൈഡിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ കരയുന്ന മറ്റൊരു സ്ത്രീ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടാത്ത കുഞ്ഞിനായി സ്വർഗം പണിത് കാത്തിരിക്കുന്ന അവരെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കും അരുൺ സർ? ഇഷ മരിച്ചോട്ടാ. ഇപ്പൊ ശ്രുതിയാണ് ഈ നിൽക്കുന്നതും സങ്കടപ്പെടുന്നതൊക്കെ. ഞാനൊരു സ്ത്രീയല്ലേ സർ? എന്റെ ദുർബലതയെ മുതലെടുക്കുകയാണോ സർ? എനിക്ക് ഇഷ അറിയില്ലല്ലോ. താൻ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള അറിവേ എനിക്കുള്ളട്ടാ. അത് കഥയാണോ സത്യമാണോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷേ ഇഷ എന്ന പെൺകുട്ടിയുടെ ജീവിതം തകർത്തവനെ വെറുതെ വിടല്ലട്ടാ. ഞാൻ പലപ്പോഴും സാറിനോട് ചോദിക്കണം കരുതിയതാ. സുദീപിനെ സാറിന് എങ്ങനെ അറിയാം? അത് വെറും ബിസിനസ് ബന്ധം മാത്രം. അത് അല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ എന്നെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുണ്ട്. അവൻ പഠിപ്പിച്ചിട്ടായിരുന്നു. ഞാൻ അരപ്പട്ടണയും ആടിതറയും. ഞങ്ങൾ തമ്മിൽ ഒരു കണക്കൊക്കെ ഉണ്ട് കേട്ടാ. അത് വഴിയാ പറയടോ. അവൻ എന്നെ ചതിച്ചത് മറക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നില്ല. എന്നാലും മനസ്സിന്റെ കോണിൽ എവിടെയോ എന്തൊക്കെയോ നന്മകൾ എനിക്കും ഇല്ലേ? അതുകൊണ്ടല്ലേ ഞാനിവിടെ എത്തിയത്. ഈ മുജ്ജന്മബന്ധമൊന്നും കൂട്ടി വായിക്കണ്ടോ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ താൻ എവിടെ എത്തില്ല. എനിക്ക് എന്താ അരുൺ സർ ചെയ്യാൻ കഴിയാ? എന്നെ തന്നെ കൊല്ലണോ? അതോ എന്റെ വയറ്റിൽ വളരുന്ന പാപത്തിന്റെ സമ്മാനത്തെ കൊല്ലണോ? അതും മുന്നിൽ കയറി വരുന്ന അവനെ കൊല്ല ചെയ്യണോ? അതോ ആ വീട്ടിന് തീ വെക്കണോ? ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് പറ. കൊല്ലലും തിന്നലൊന്നും അല്ല ഇതിന്റെ ഒരു പോംവഴി. അങ്ങനെ വെച്ചാ ഒരു കൈത്തോക്ക് വാങ്ങി നേരിട്ടങ്ങ് ചെന്ന് തുരുതുരാന്നങ്ങ് വെടിവെച്ചാ പോരെ. അങ്ങ് അമേരിക്കയിലെ സ്കൂൾ കുട്ടികള് ടീച്ചർമാരെയും കൂട്ടുകാരെയൊക്കെ ഠേ 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 എന്ന് വെടിവെച്ച് കൊല്ലണ പോലെ. എത്ര നാളെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക അറിയില്ല.
ഇങ്ങനെ മനസ്സ് പൊട്ടി കരയാതെ ഞാൻ എത്ര നാളിങ്ങനെ കഴിയും? അരുൺ സാർ ഇപ്പോ ഡേറ്റും ടൈമും സെക്കൻഡ്സും ഒക്കെ പറഞ്ഞില്ലേ? അതിന് എത്രയോ നാൾ മുമ്പ് ഞാനതെന്റെ മനസ്സിൽ എണ്ണുകയെന്നറിയോ? ഓരോ നിമിഷങ്ങളും ഓടി മറിയുമ്പോ ഇനി സെക്കൻഡ്സുകൾ കുറച്ചേ ഉള്ളൂ എന്നതിനെ പേടിപ്പിക്കുക. ഓരോ സെക്കൻഡ്സും അവനെനിക്ക് നഷ്ടപ്പെടുകയല്ലേ? അവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചെന്നറിയോ? താനിപ്പോഴും അവനെ മനസ്സിൽ കൊണ്ട് നടക്കുക? ഞാൻ എങ്ങനെ പറിച്ചറിയാം അവനെ? ഈ നെഞ്ചിനകത്ത് പൊന്നു പോലെ ദൈവത്തെ പോലെ പോയിട്ട് കൊണ്ടു നടന്നതല്ലേ? എന്റെ എത്രയോ സങ്കടങ്ങളിൽ അവൻ എനിക്ക് തോള് തന്നതാ. എന്റെ മുടിയിൽ തലോടി എന്നെ ചേർത്ത് പിടിച്ച് നീ എന്റെ മാത്രമാണെന്ന് എത്രയോ തവണ എന്റെ കാതി പറഞ്ഞതാ. അത്രയ്ക്ക് ജീവനായിരുന്നില്ലേ അവൻ എനിക്ക്? താൻ എന്തുട്ടാടോ ഇങ്ങനെ? താൻ ഇത്രേ ഉള്ളൂടോ? എത്ര നിസ്സാരായിട്ടാ, അറിഞ്ഞോ അറിയാതെയോ, അവൻ എനിക്ക് സമ്മാനിച്ച കുഞ്ഞിനെ അടിവയറ്റിലെ കൊല്ലാൻ നോക്കിയത്. കഴിയുന്നില്ല അരുൺ സർ. അവൻ എന്നിൽ വളരുന്ന പോലെ ഞാൻ അറിയുന്നു. അവൻ എന്തായിരിക്കും എന്നെ ഇങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ മനസ്സ് വന്നത്? പ്രതികാരം നടിക്കാനേ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ. തനിക്കൊക്കെ ഇതിനപ്പുറം എന്തൊട്ട് ചിന്തിക്കാൻ പറ്റും? അത്രയ്ക്ക് തൊട്ടപടിയെ പോയി തന്നെ എന്തൊട്ടാ ഇപ്പൊ പറയാ? ഞാൻ പോവാണ്. അവൻ മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് ഖദർ മണ്ഡപത്തിന് വലം വെക്കുന്നത് കാണാൻ എനിക്കാവില്ല. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ഉല്ലസിച്ച് നടക്കുന്നത് താങ്ങാനാവില്ല എനിക്ക്. എന്തുട്ടാ ഈശ ഇത്? അവൻ അതിനല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വരണേ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് തോന്നണ്ടേ? അവൻ പണ്ട് പൊസസീവായിരുന്നു. ഞങ്ങളുടെ ടീം മെമ്പർമാര് എന്നോട് അടുത്തിടപെടിക്കുക അവന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ മുഖം വാടും, കണ്ണു ചുളിയും. അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. പിന്നെ ഇവിടെ അതിനൊക്കെ എന്തൊട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാലും അതിന് സംശയരോഗം എന്നാ പറയാ. സംശയല്ലേ? അവന്റെ ജീവന്റെ പാതി എന്നിലുണ്ടല്ലോ, എനിക്കത് മതി. അവന്റെ ഓർമ്മയില് ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. ഇത്രേ ഉള്ളൂ ഈശ അരവിന്ദ്. നീയൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചാവട്ടാ, അതാ നല്ലത്. വെറുതെ എന്തിനെങ്കിലും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണേ? ഒന്നുകിൽ ജനിക്കുന്ന കുഞ്ഞിന് തന്തയുടെ പേര് പറയാൻ പറ്റണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ദേന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റണം. തനിക്കിതിന് രണ്ടിനും ആവില്ലല്ലോ. പിന്നെ എന്തൊട്ട് സുവിശേഷം ഈ പറയണേ? വന്ന് കാറി കയറട്ടാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒന്നും വിചാരിക്കരുതട്ടാ. ആ മോൻ നിന്നെ ചതിച്ച് വേറെ കെട്ടണു. നീ ഇപ്പൊ എന്തുട്ടാ ചെയ്യണേ? അത് തന്നെയല്ലേ? അവന്റെ ഇതിനെ ചതിക്കണു. നാളെ നീയും ഒരുത്തന്റെ കഴുത്തിൽ തൂങ്ങി കറങ്ങുവേ. അവനറിയാതെ വല്ലവന്റെയും കുഞ്ഞിനെയും പെറ്റ് വല്ലവനും വിറ്റിട്ട് ഈ കാക്കയുടെ കൂട്ടില് കുയില് മുട്ടയിട്ടിട്ട് നാട് വിടണ പോലെ. നിന്നെയൊക്കെ വിളിക്കണ നാടൻ പേരെന്താന്നറിയോ? ഞാനിപ്പോ അത് വിളിക്കണില്ലട്ടാ. ഇങ്ങോട്ട് വന്ന് വണ്ടി കയറടോ. മൂന്ന് ദിവസം കൂടുമ്പോ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മച്ചിക്ക് പ്രശ്നട്ടാ. ഒറ്റയ്ക്കാ കൊരട്ടിയില്. മോളിലൊരു ബാൽക്കണി ഉണ്ട്, തുറന്നിട്ടിരിക്കുക. ഞാൻ വരുന്നുണ്ടോന്ന് നോക്കാൻ. വലിയ ബംഗ്ലാവ് വെച്ചിട്ടുണ്ട്. തൂത്ത് തുടയ്ക്കാൻ 4-5 ജോലിക്കാരും. പൈസ മുടക്കിയ വീട് വൃത്തിയാക്കാം. പക്ഷെ അമ്മച്ചിയുടെ മനസ്സിന് വെളിച്ചം വീഴണമെങ്കിൽ ഞാൻ ചെല്ലണം.
ബംഗ്ലാവ് പോലത്തെ വീട് വെച്ചപ്പോ കൈ പിടിച്ച് കയറാൻ ഒരാള് ഹൃദയത്തിലുണ്ടായിരുന്നു. താൻ പറഞ്ഞിടോ സ്നേഹം, പൊസസീവ്നെസ് എന്നൊക്കെ. ഞാനും അങ്ങനെ കൊണ്ടു നടന്നതാ. എന്തുട്ട് പറയാനടോ, ഒരു സുപ്രഭാതത്തിൽ തിരുവസ്ത്രം അണിഞ്ഞ് അവള് മുന്നിൽ വന്ന് നിന്നപ്പോ മനസ്സിൽ കെട്ടിയ കൊട്ടാരുണ്ടല്ലോ, അത് പഞ്ചസാര പോലെ അലിഞ്ഞുപോയി. മനസ്സിനും വായിക്കാൻ ഒത്തിരി ശ്രമിച്ചുട്ടാ. ആട്ടിയിറക്കാൻ കള്ളുടിച്ചു, കഞ്ചാവ് അടിച്ചു. പക്ഷെ കഴിഞ്ഞില്ലടോ. പിന്നെ നാട്ടുകാർക്ക് വീടും വെച്ചും കുടുംബം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക. നമുക്കൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ലടോ. വേദനയാണോ? ഇപ്പഴാ തന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റണേ. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ എന്തൊട്ട്? നമ്മൾ സമദുഃഖിതരല്ലേ. ഈ ബാർമേറ്റ്, ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയണ പോലെ ദുഃഖമേറ്റ്. പോട്ടടോ, അത് വിട്ടലാ. ഡോ, തനിക്ക് തന്റെ ശരി അങ്ങോട്ട് തീരുമാനിക്കാൻ ഈ ഒരു രാത്രി മതി. എന്താന്ന് വെച്ചാ അങ്ങ് തീരുമാനിക്കടോ, അത്രേ ഉള്ളൂ. എന്തുട്ടാണെങ്കിലും നമ്മള് കൂടെ ഉണ്ട് ട്ടാ. അച്ഛാ, സുധിപേട്ടൻ ബോംബെയിലെത്തി. ബോംബെയിലോ? ആ, അവിടുന്ന് നെടുമ്പാശ്ശേരിക്ക് വരുന്ന മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ എത്തും. ഓ, നാളെയാണോ അവൻ വരുന്നത്? ആ, ഈ അച്ഛൻ്റെ ഒരു കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. ഓ, എന്ത് ചെയ്യാനാ മോളെ, ഇപ്പൊ ഭയങ്കര മറവിയാ. ഒരു ഓട്ടം പോയി വരുമ്പോഴേക്കും എല്ലാം അങ്ങോട്ട് മറക്കും. എല്ലാം മറന്നാലും ആ ഡബിൾ ബെല്ല് മറക്കില്ലല്ലോ, അത് ഭാഗ്യം. ആ സുദീപ് നാളെയാ വരുന്നത്. നിങ്ങളൊന്ന് വിളിച്ചോ രവിയെ. എങ്ങനെയാ, എന്തൊക്കെയാ തീരുമാനങ്ങൾ? അവനെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കണോ വേണ്ടയോ? ഉഫ്, എന്തൊരു മനുഷ്യനാ. എല്ലാം പറഞ്ഞു ചെയ്യിപ്പിക്കണം. അതിന് നീ കിടന്ന് കയറ് പൊട്ടിക്കുന്നത് എന്തിനാ? അവൻ വരുന്ന അവന്റെ വീട്ടിലേക്കല്ലേ. നമ്മൾ പോയില്ലെങ്കിലും അവനെ പോയി വിളിച്ചോണ്ട് വരും. നീ കിടന്ന് മരിക്കണ്ട. എന്നാലും അതാണോ അതിന്റെ മര്യാദ? ഒന്ന് വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഓ, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ വിളിച്ച് അന്വേഷിക്കാം. അല്ല, ഞാനെന്തിനാ വിളിക്കുന്നത്? വീട്ടിലാണോ? നിർത്ത്. ആ മൊബൈലിൽ വന്നേ മോളെ. ദാ. ഉഫ്. ആരായിരിക്കും ഇത്? ഹലോ. ആ കൊച്ചാട്ടാ, ഞാനാ ചിത്രഭാനു. ഓ ഭാനു, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ അങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന്. നാളെ ആ പൊടിമോൻ വരുന്നത്. ആ, അതുകൊണ്ടാ ഇപ്പൊ വിളിച്ചേ. അപ്പൊ എങ്ങനാ കാര്യങ്ങള്? ആരൊക്കെയാ പോകുന്നേ? ഞാൻ രവിയോടൊന്ന് ചോദിക്കാം. രവിയേ. എന്താച്ചാ? ഡാ, വേണ്ട, ഭാനു വിളിക്കുന്നു. പൊടിമോന്റെ വരവിനെ കുറിച്ച് ചോദിക്കാനാ. ദാ. ആ ഭാനുചേട്ടാ, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് അവനിങ്ങെത്തും. ഞങ്ങൾ അവന് മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. ആ, നാളെ എനിക്ക് ഡ്യൂട്ടി ഇല്ല കേട്ടോ. വേണേ ഞാനും കൂടി വരാം. അയ്യോ, ബുദ്ധിമുട്ടുണ്ടോ ഭാനുചേട്ടാ? ഞങ്ങൾ പോയി അവനെ പിക്ക് ചെയ്ത് വരാം. അപ്പൊ ശരി, എന്നാ അങ്ങനെ ആട്ടെ. ശരി ചേട്ടാ. അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഓ, ആയിക്കോട്ടെ. രവി പോയിക്കോളാന്ന്. ഇപ്പൊ എന്തായി? ഒന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്ത് കരുതിയനെ? ഇതാ പറയുന്നത്, പെൺബുദ്ധി പിൻബുദ്ധിയാണെങ്കിലും ചില നേരത്തെ അത് മുൻബുദ്ധിയാണെന്ന്. അച്ഛനൊന്നും മനസ്സിലായില്ല അല്ലേ? അതാ ബുദ്ധി വേണമെന്ന് പറയുന്നത്. അച്ഛനതില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയെ തന്നെ കെട്ടുമായിരുന്നില്ലല്ലോ. നിന്റെ അമ്മ ഒരു ബുദ്ധിമതി തന്നെയാ മോളെ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരിത്തിരി നാവിന് നീളം കൂടിപ്പോയി. അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റാ. എന്തൊക്കെയായാലും ആ വീട്ടിൽ കയറി താമസിക്കുന്ന എത്തിൽക്കണ്ണെ പറിച്ചു കളയാൻ പറ്റിയില്ലല്ലോ. സുദീപ് ആണെങ്കിൽ ഇനിയിപ്പോ അവളെ ഇങ്ങോട്ട് നമ്മൾ ഏറ്റെടുക്കണമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ സുദീപ് ഇവിടെ താമസിക്കണം, അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ അങ്ങോട്ടും അയക്കുന്നില്ല. അത് കൊള്ളാലോ. അങ്ങനെ പറഞ്ഞാ പിന്നെ കല്യാണമേ നടക്കത്തില്ലല്ലോ, അല്ലേ മോളെ? ഓ, കല്യാണമൊക്കെ നടക്കും. ദേ,
ചില വീടുകളിൽ ചാക്ക് കണക്കിന് സ്വർണവും പണവും വീടും കാറും ഒക്കെ കൊടുത്ത് വരനെ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഏർപ്പാടല്ല ഇത്. നമ്മുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി, നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ മോളെ മനസ്സിലാക്കി അവര് സുദീപിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാ. അല്ലാതെ അവർക്ക് അവരുടെ നിലയും വില അനുസരിച്ച് പെണ്ണ് കിട്ടാനിട്ടല്ല. അതുകൊണ്ട് അവൻ ഇവിടെ വന്ന് താമസിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എന്ന് വിചാരിച്ച് സകലതിന് നമ്മൾ കണ്ണടച്ചു കൊടുക്കണോ? ചിലപ്പോ അവൾ അവിടെ നിന്ന് പ്രസവിക്കും, അവരതിന്റെ പേരെടുക്കും, കുഞ്ഞിനെ വളർത്തും. ഇതൊക്കെ നമ്മൾ കാണണോ? എന്റെ ജലജ, നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? നിന്റെ പറച്ചിൽ കേട്ട അവരാ കൊച്ചിനെ വളർത്തി കെട്ടിച്ചു വിട്ട് അതിന്റെ പേറും കൂടി എടുക്കുന്ന തരത്തിലാണല്ലോ. ഇത്രയും തരം താഴരുത്. താഴാം ഒരു പരിധി വരെ. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങൾ എങ്ങനെയാ? അണ്ടിയോടെടുക്കുമ്പോ അറിയാം മാങ്ങയുടെ പുളി. നിങ്ങൾ അച്ഛനും മക്കളും ചേർന്നങ്ങ് തീരുമാനിച്ചോ? എന്റേതൊരു അമ്മയുടെ മനസ്സാ. എപ്പോഴും മക്കളെ കുറിച്ച് വേവലാതിപ്പെടുന്നത് അവരാണല്ലോ. എന്റെ ജലജെ, നിന്റെ മനസ്സിനെ കുറ്റം പറഞ്ഞതല്ല. പക്ഷേ നമുക്ക് അങ്ങനെ അവരെ അവിശ്വസിക്കാൻ പറ്റുമോ? സുദീപ് നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് പുണ്ണു വലുതാക്കണ്ട. ഇല്ലച്ചാ, ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരുത്തിങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോ.